പ്രേക്ഷകർക്കും ബിഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി പ്രണയത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളോട് എന്താണ് മറക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അറിയാം ഇതൊരു ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. നമുക്ക് നൽകിയിരിക്കുന്നത് 3 കാർഡുകളാണ്. 3 കാർഡുകൾ വെച്ചുകൊണ്ടാണ് നാം ഇതിൽ റീഡിംഗ് പറയുന്നത്. നമുക്ക് ഒന്നാമത്തെ കാർഡായ മൂൺ, അല്ലെങ്കിൽ ചന്ദ്രൻ എന്ന കാർഡിലേക്ക് പോകാം. ഇത് കാലാതീതമാണ്. നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്കത് ബാധകമാണ്. ഒന്നാമത്തെ കാർഡിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളിൽ നിന്ന് എന്താണ് മറച്ചു വെക്കുന്നത്? ഈ കാർഡ് പ്രതികരിക്കുന്നത് അവ്യക്തതയാണ്, മറച്ചു വെക്കുന്ന സത്യങ്ങൾ. അതായത് ആ വ്യക്തി എന്തോ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നു എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യമാണ്. അത് ആ വ്യക്തിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ആ വ്യക്തി മറച്ചു വെക്കുക തന്നെയാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും അജ്ഞതയും ഭയവും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ട് ഭയപ്പെടുന്നു, നിങ്ങളുടെ വ്യക്തിക്ക് എന്തുകൊണ്ട് ഭയം ഉണ്ടായി എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. അവർക്ക് തുറന്നു പറയാൻ മടിയുണ്ട്. ജീവിതത്തിൽ അവർ തുറന്നു പറയാൻ മടി കാട്ടുന്നുണ്ട്. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു തുറന്നു പറച്ചൽ സാധ്യമാകുന്നില്ല. കാരണം അവർ ഇനിയും സത്യത്തിൽ ഉറപ്പ് അവർക്ക് ലഭിച്ചിട്ടില്ല. നിങ്ങളുടെ വ്യക്തി ഭയപ്പെടുന്നു, ഉറപ്പില്ലായ്മയുണ്ട്. അവരിൽ നിന്ന് നിങ്ങൾക്ക് ചില വസ്തുതകൾ അവർ ബോധപൂർവ്വം നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. ചിലപ്പോൾ അത് പഴയ ബന്ധങ്ങളാകാം, അല്ലെങ്കിൽ ഭയം കൊണ്ടുള്ള ഏതെങ്കിലും സംഭവങ്ങളാകാം. ഏതായാലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളിൽ നിന്ന് ചിലത് മറച്ചു വെക്കുന്നു എന്നുള്ള ഒരു സത്യം അവിടെയുണ്ട്. അത് ഒരിക്കലും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് സ്നേഹമില്ല എന്നൊന്നും അർത്ഥമില്ല. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് സ്നേഹമുണ്ട്, പക്ഷേ ആ വ്യക്തി അത് മറച്ചു വെക്കുകയാണ് ചില സംഭവങ്ങൾ. രണ്ടാമത്തെ കാർഡ് ഇതിൽ ലവേഴ്സ് എന്ന കാർഡാണ്. പ്രണയത്തിലെ കുഴപ്പങ്ങൾ, ബന്ധത്തിൽ ഇരുട്ടുള്ള തീരുമാനങ്ങൾ എന്നിവയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. നിലവിൽ പ്രണയമുണ്ട്, പക്ഷേ പ്രണയത്തെക്കാളും ഇഷ്ടത്തെക്കാളും കൂടുതൽ പ്രതിസന്ധികൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ അത് സൂചിപ്പിക്കുന്നത് ആ വ്യക്തിക്ക് ഇരട്ട മനസ്സുണ്ടെന്നുള്ളതാണ്. ആ വ്യക്തി ഒന്നിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് മുഴുകാൻ ശ്രമിക്കുന്നു. മറ്റെന്തോ ആ വ്യക്തി മറച്ചു വെക്കുന്നതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ചില കാര്യങ്ങൾ കൃത്യമായി പറയാൻ കഴിയുന്നില്ല. മനസ്സിൽ നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിലും ചിലർ ആ വ്യക്തിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത്തരം ആളുകളുടെ പിന്തിരിപ്പൻ ശ്രമങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിൽ വലിയ തരത്തിലുള്ള വിഷമം ഉണ്ടാക്കുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും ആ വ്യക്തി ആശയക്കുഴപ്പത്തിലാവുന്നു. അവർ തീർച്ചയായിട്ടും ആശയക്കുഴപ്പത്തിലാണ് എന്നുള്ളത് നമുക്കറിയാം. കൃത്യമായ തിരഞ്ഞെടുപ്പുകൾ എടുക്കാൻ മടിയുണ്ട്. ആ ബന്ധത്തിൽ താൻ ഉറ്റുനോക്കുന്നില്ലെന്നും സത്യം അവർക്കറിയാം. പക്ഷെ അത്ഭുതം തോന്നാൻ അവർക്ക് ഇത് വെളിപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു അത്ഭുതം. ജീവിതത്തിൽ നിങ്ങളെയാണ് അവർ സ്നേഹിക്കുന്നത്. നിങ്ങൾക്കൊപ്പം ജീവിതം കൊണ്ടുപോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കെതിരെ സഞ്ചരിക്കുന്നവരുമായിട്ട് ഈ വ്യക്തി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറുമല്ല. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചില വേദനകൾ സമ്മാനിക്കപ്പെടുന്നുണ്ട്. ആ വേദനകളെക്കുറിച്ച് ആ വ്യക്തിക്ക് നിങ്ങളോട് തുറന്നു പറയാൻ കഴിയുന്നില്ല. ഉള്ളിൽ വലിയ വിഷമം ഉണ്ടാകുന്നു. ഉള്ളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും മനസ്സ് തുറന്ന് പറയാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല. നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുമ്പോഴും ചില പ്രതിസന്ധികൾ അവിടെ സംജാതമാകുന്നു. ആ പ്രതിസന്ധികൾ ആ വ്യക്തിക്ക് നിങ്ങളോട് തുറന്നു പറയുന്നതിന്, നിങ്ങളുമായി ഇഴുകിച്ചേർന്ന് മുന്നോട്ട് പോകുന്നതിനുള്ള തടസ്സമായിട്ട് മാറുന്നു. ഏതായാലും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതിൻ്റെ പേരിൽ ചിലർ ആ വ്യക്തിയെ ക്രൂശിക്കുന്നു. ആ വ്യക്തി മനസ്സ് നീറുന്നു. പ്രണയത്തിൽ തന്നെ ഒരു തെറ്റിദ്ധാരണയോ അഭിപ്രായ വ്യത്യാസമൊക്കെ വന്നിരിക്കുന്നു എന്നുള്ളതും ഇവിടെ വ്യക്തമാണ്. അടുത്തതായിട്ട് മൂന്നാമത്തെ കാർഡിലേക്ക് പോകാം. 5 ഓഫ് സ്വാർഡ്സ്, 5 വാളുകൾ എന്നാണ്. ഈ കാർഡ് സമരവും വിവാദവും ഒക്കെ ഉൾക്കൊള്ളുന്നു. ഒടുവിൽ മടിയുള്ള ഒരു വിജയത്തെ, അല്ലെങ്കിൽ അവസാനം വിജയത്തിലേക്ക് എത്തുമെന്ന് സൂചിപ്പിക്കുന്നു. അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാറുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ പ്രണയം വിജയിക്കാതിരിക്കാനുണ്ടായ സംശയങ്ങളും തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച ആളുകൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ മാറുകയാണ്.
ആ വ്യക്തിക്ക് ഒരു ആത്മരക്ഷ ഉണ്ടാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ ശക്തി കേൾക്കുന്നതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം തടയാനും തകർക്കാനും ഉണ്ടായ ശ്രമങ്ങളെ അതിജീവിച്ചുകൊണ്ട് അവർക്ക് രക്ഷ നേടാൻ സാധിക്കുന്നു. ആ വ്യക്തിക്ക് ചില ആത്മരക്ഷാ പ്രവണതകൾ ഉണ്ടാകുന്നു. അവർ സത്യത്തിൽ മറച്ചു പിടിച്ചു വെക്കുന്ന പല കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയുന്നൊരു സമീപനം ഉണ്ടാകുന്നു. നിങ്ങൾ സംശയിച്ചതുപോലെയല്ല ആ വ്യക്തിക്ക് കൂടുതൽ സ്നേഹമാണ് നിങ്ങളോടുണ്ടായിരുന്നത്. ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി എന്നതൊഴിച്ചാൽ നിങ്ങളുടെ വികാരങ്ങൾ ആ വ്യക്തി മനസ്സിലാക്കുന്നു. നിങ്ങളിലേക്ക് അടുക്കാൻ ആ വ്യക്തി ശ്രമിക്കുന്നു. നിങ്ങളിലേക്ക് അടുക്കുമ്പോൾ ആ വ്യക്തിക്കുണ്ടായ തടസ്സങ്ങളെ ആ വ്യക്തി തോൽപ്പിക്കുകയാണ്. അവർക്ക് തോൽക്കുമെന്നൊരു തോന്നലുണ്ടായിരുന്നു, പക്ഷെ നിങ്ങളുള്ളപ്പോൾ മാത്രമാണ് വിജയം എന്നുള്ളത് അവർ വ്യക്തമാക്കുന്നു. അവരുടെ സ്വാർത്ഥത അവർ മാറ്റിയിരിക്കുന്നു. ആ വ്യക്തിക്ക് ചിലപ്പോൾ ചില സ്വാർത്ഥതകളും ചില അഹങ്കാരങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളെ നഷ്ടപ്പെടുമല്ലോ, അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ അവസ്ഥ അത് ആലോചിച്ചതിന് ശേഷം ആ വ്യക്തി തിരിച്ചു വരികയാണ്. എൻ്റെ സ്വാർത്ഥതക്കൊന്നും ഇവിടെ ഒരു പ്രസക്തിയില്ല, ഞാനെപ്പോഴും നല്ല രീതിയിൽ നിൽക്കണം, അല്ലെങ്കിൽ എൻ്റെ വ്യക്തി എനിക്ക് നഷ്ടമാകും എന്നുള്ള ചിന്ത ആ വ്യക്തിയുടെ മനസ്സിൽ വന്നിരിക്കുന്നു. അതൊരു നല്ല സൈനായിട്ട് നമുക്കത്, നല്ല അടയാളമായിട്ട് നമുക്കത് കണക്കാക്കാം. അങ്ങനെ എല്ലാ പ്രതിസന്ധിയിൽ നിന്നും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും വിജയിച്ച് നിങ്ങളുടെ പ്രണയം പൂത്തുലയുന്ന, പ്രണയം അതിൻ്റെ വിജയം ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. ആർക്കും നിങ്ങളെ തടയാൻ കഴിയില്ല, ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. മനസ്സിൻ്റെ ഉള്ളിൽ, ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ ശക്തി കേൾക്കുന്നു. ഒരുമിച്ചൊരു ജീവിതമായി അത് മാറുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.